നമസ്കാരം. നമ്മളൊക്കെ ബിസിനസ് നടത്തുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വേർഡാണ് ഇവിടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം കോമ്പറ്റീഷനുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്ററുമായി കോമ്പീറ്റ് ചെയ്യാൻ കഴിയാതെ നമ്മൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതൊരു ടെക്നിക്കൽ സ്കില്ല് മാത്രമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവരുത്. അത് അതിലെ ഒരു പാർട്ട് മാത്രമാണ്. അതായത് നമ്മുടെ സ്റ്റാഫ് മാനേജ്മെന്റ് സ്കില്ല്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ മാനേജ്മെന്റ് സ്കില്ല്, നമ്മുടെ അക്കൗണ്ട്സ് സ്കില്ല്, ഇങ്ങനെ എല്ലാ മേഖലയിലും കഴിവുള്ള ഒരാൾക്കാണ് ബിസിനസ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പലതിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. നമ്മുടെ സ്കില്ല് കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് സ്കില്ലുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. മാറ്റങ്ങൾ സൊസൈറ്റിയിൽ വരുന്നതിനനുസരിച്ച്, ബിസിനസ് മേഖലയിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എല്ലാ ജോലിയും ഒരു വൺ മാൻ ഷോ പോലെ നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഒരു സ്റ്റാഫിനെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ അത് മോണിറ്റർ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. അപ്പോഴാണ് ഈ ഒരു നമുക്കത് മോണിറ്റർ ചെയ്യാൻ കഴിയുമെന്ന അവൻ്റെ ഒരു വിശ്വാസമാണ് അവനത് പെർഫെക്റ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ മേഖലയിലും ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനനുസരിച്ച് എല്ലാ മേഖലയിലും നമ്മുടെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ ഓപ്പൺ മൈൻഡോടുകൂടി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവുക, അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. നമ്മൾ പ്ലാൻ ചെയ്യാതെ ഒരു സമയവും നമ്മെ തേടി വരില്ല. അപ്പോൾ പ്ലാൻ ചെയ്താൽ, പ്രയോറിറ്റി കൊടുത്താൽ, നമ്മൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നമുക്ക് കിട്ടിയാലും മതിയാവാതെ വരുന്നത് ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റിയിൽ മാറ്റം വരുന്നതാണ്. അപ്പോൾ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അതിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. അതാണ് ടൈം മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെച്ചാൽ നമ്മുടെ ബിസിനസ്സിനെ കോമ്പറ്റീഷനിൽ നിന്ന് തടയാനും നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും സ്കിൽ ഡെവലപ്പിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ മേഖലയും, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാഫുകൾ, കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള സ്റ്റാഫുകളുടെ ചിന്താരീതിയും സൊസൈറ്റിയിലെ സാഹചര്യവും അല്ല ഇപ്പോൾ. അപ്പോൾ ഇനി ചിലപ്പോൾ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഭയങ്കരമായ വ്യത്യാസങ്ങൾ സംഭവിക്കും. അപ്പോൾ നമുക്ക് ആ എല്ലാ മേഖലയിലും ചെറിയ രീതിയിലെങ്കിലും സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുന്നത് വളരെ നന്നാവും.